എപ്പോഴും തന്റെ പ്രതിസന്ധിയിൽ കൂട്ടുവരുന്ന കണ്ണൻ ഇപ്പോഴും വരുമോ? വരും, ഏതെങ്കിലും രൂപത്തിൽ വരും. മക്കളെ, അച്ഛാ, മക്കളെ, നിങ്ങൾ എവിടെയായിരുന്നു? എത്ര നേരമായി നിങ്ങളെ വിളിക്കുന്നു ഞാൻ. എവിടേക്ക് അന്വേഷിച്ച് നടന്നു? അത് അച്ഛാ, അത് പരമേശ്വരൻ സാറ് വിളിച്ച് നടന്നൊക്കെ പറഞ്ഞു. അല്ല, നിങ്ങൾ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? അത് അച്ഛാ, ഞങ്ങളൊരു ഫ്രണ്ടിന്റെ അടുത്ത് പോവാന്ന് കരുതിയിട്ട്. ഇപ്പൊ ഇനി ഈ രാത്രി എങ്ങോട്ടും പോവാൻ നിൽക്കണ്ട. നിങ്ങൾ വാ, നമുക്ക് ആറ്റുവാശ്ശേരിക്ക് പോവാം. ഏയ് വേണ്ടച്ചാ, കണിമംഗലത്തെ പോലെ ആറ്റുവാശ്ശേരിയിലും ഉണ്ടല്ലോ ശത്രുക്കൾ. മുത്തശ്ശിയുടെയും പ്രിയങ്കയുടെയും കാര്യമാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ അവരിപ്പോൾ അവിടെ ഇല്ല. അവരേതോ ഫ്ലാറ്റിലേക്ക് താമസം മാറി. ഫ്ലാറ്റിലേക്കോ? നിങ്ങളെ ചതിച്ച കാശ് കയ്യിലിരിക്കുകയാണല്ലോ, എന്ത് വേണമെങ്കിലും ചെയ്യാലോ. മോനെ, അച്ഛൻ പറയുന്ന കേക്ക്. ആറ്റുവാശ്ശേരിയിൽ സൗകര്യങ്ങളൊക്കെ കുറച്ച് കുറവാ. മോൻ ശീലിച്ചതൊന്നും അവിടെ കാണില്ല. പക്ഷേ ഉള്ളത് വെച്ച് മോനെ ഞങ്ങൾ നന്നായി നോക്കിക്കൊള്ളാം. വരൺ, നമുക്ക് അച്ഛൻ പറയുന്ന കേട്ടാലോ? രാധിക, അച്ഛനോടും അമ്മയോടുള്ള സ്നേഹക്കുറവ് കൊണ്ടല്ല, ഒരിക്കൽ കൂടി ഒരിടത്തുനിന്ന് നാണം കെട്ട് ഇറങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അച്ഛനത് ഉറപ്പ് തരാം. മുത്തശ്ശിയും പ്രേങ്കിയൊന്നും ഇനി അങ്ങോട്ട് വരില്ല. ഇനി അഥവാ വന്നാൽ തന്നെ അത് അച്ഛന്റെ വീടാ. അവരോട് എങ്ങനെ മറുപടി പറയണമെന്നൊക്കെ അച്ഛന് നന്നായിട്ട് അറിയാം. മോനെ, വീഴ്ചകളൊക്കെ ആർക്കും സംഭവിക്കാം. രാജാക്കന്മാരെ പോലെ ജീവിച്ചവരാ നിങ്ങൾ. നിങ്ങളെ ചതിച്ചവർക്കുള്ള ശിക്ഷയൊക്കെ ദൈവം കൊടുത്തോളും. മോനെ, ഞാൻ വിളിക്കുന്നത് ഭാര്യ വീട്ടിലേക്കല്ല, നിന്റെ സ്വന്തം വീട്ടിലേക്കാ. ഞാനും യശോദയും മോനെ അങ്ങനെ കണ്ടിട്ടുള്ളൂ. നിങ്ങളെ തെരുവിൽ അലയാനൊന്നും ഞാൻ സമ്മതിക്കില്ല. അച്ഛൻ നിർബന്ധിക്കണ്ട. ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചിട്ടാ ഞാനത് നിഷേധിക്കുന്നത്. ശരി, എന്നാ പിന്നെ ഞാൻ വീട്ടിൽ വിളിച്ചിട്ട് യശോദയോട് വരാൻ പറയാം. എന്തിന്? അല്ല, ഞങ്ങൾക്കൊരു സമാധാനം കിട്ടണ്ടേ. നിങ്ങൾ എങ്ങോട്ടാ പോകുന്നതെന്ന് വെച്ചാ അങ്ങോട്ട് ഞങ്ങളും വരാം. അല്ലാതെ നിങ്ങളിങ്ങനെ നടക്കുമ്പോ ഞങ്ങൾക്ക് സമാധാനമായിട്ട് ഉറങ്ങാനൊന്നും പറ്റില്ല. വേണ്ട അച്ഛൻ, അമ്മയെ വിളിക്കണ്ട. ഞങ്ങൾ വരാം. പക്ഷേ എനിക്കും രാധിക്കും ധൈര്യപൂർവ്വം നിൽക്കാൻ ഒരിടമുണ്ടെന്ന് ഞാൻ പറയുമ്പോൾ അച്ഛൻ ഞങ്ങളെ പോകാൻ സമ്മതിക്കണം. അതൊക്കെ സമ്മതിക്കാം. ഇപ്പോ മക്കൾ അച്ഛൻ്റെ കൂടെ വാ. വാ മോളെ.